അരുൺ ശങ്കർ പുന്നപ്രയിൽ നിന്നും വിശദവിവരങ്ങളുമായി ചേരുന്നു. അരുൺ ശങ്കർ, ഗുഡ് മോർണിംഗ്, പറയൂ. പുന്നപ്രയിൽ വി എസ് അച്യുതാനന്ദൻ്റെ നാട്ടിലാണ്. വി എസ് അച്യുതാനന്ദൻ്റെ നാട്ടിൽ ജി സുധാകരൻ, മുൻ മന്ത്രി ജി സുധാകരൻ വോട്ട് ചെയ്യുന്ന ബൂത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല തിരക്ക് തന്നെ ഉണ്ട്. നിങ്ങളൊക്കെ വോട്ട് ചെയ്തിട്ട് നിൽക്കുവാണോ? അല്ല, വോട്ട് ചെയ്യാനുള്ളവരൊക്കെ അവിടെ താമസമാണ്, അതുകൊണ്ടാണ്. താമസം എന്താണെന്നറിയത്തില്ല, അതിനകത്തിരിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. ഭയങ്കര താമസമാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വെയിലും, അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ അത് ഇച്ചിരി ഒതുങ്ങി കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. തിരക്കില്ല. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞായിരിക്കും എല്ലാവരും വരുന്നത്. കഴിഞ്ഞാൽ രാവിലെ ഒരു മാതിരിപ്പെട്ട ജോലികളൊക്കെ ഒതുക്കിയിട്ട് വരാം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും. ഉച്ച കഴിയുമ്പോൾ നല്ല തിരക്കാവും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഒരു ഭീഷണി വരുമായിരിക്കും. പഠിച്ച സ്കൂളും കൂടിയാണിത്. അദ്ദേഹത്തിന്റെ വേർപാട് ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള. ഞങ്ങൾ വിവിധ രാഷ്ട്രീയക്കാരാണ് ഇവിടെ. നല്ലൊരു വ്യക്തിത്വമായിരുന്നു പുള്ളി. ആവേശമുണ്ട് പോളിംഗ് ബൂത്തിൽ. നല്ല തിരക്കുണ്ട്. രാവിലെ തൊട്ട് നല്ല തിരക്കാണ് ഇവിടെ. അവർക്കൊക്കെ ക്യൂ നിൽക്കാതെ തന്നെ കയറ്റി വിടുന്നുണ്ട്. അവരെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. എന്തായാലും വലിയ ആവേശം തന്നെയാണ് വി എസിന്റെ നാട്ടിൽ വോട്ടർമാർ പോളിംഗോട് കാണിച്ചിരിക്കുന്നത്. പ്രായമായവരൊക്കെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. കുടുംബസമേതം വന്നാണ് പലരും വോട്ട് രേഖപ്പെടുത്തുന്നത്. കന്നി വോട്ടറാണോ? അല്ലല്ല, കന്നി വോട്ടറൊന്നും അല്ലല്ലോ. അല്ലല്ല, ചെയ്തിട്ടുള്ളേ. ഒരമ്മയാണെങ്കിൽ ഇവിടെ വോട്ട് ചെയ്തിട്ട് നിൽക്കുവാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. അമ്മ വോട്ട് ചെയ്തു ഇപ്പോൾ എന്തോ കാത്തിരിക്കുന്നു? ആരെ കാത്തിക്കുക? ഫോട്ടോ വെച്ച് പോകണം. ഒറ്റയ്ക്ക് വന്നാണോ വീട്ടിൽ നിന്ന്? അതെ. വോട്ട് മുടക്കില്ല? അല്ലെങ്കിൽ പിന്നെ വരികയല്ലോ. അതെ, ഒരു തവണ മുടക്കിയിട്ടില്ല? ഇല്ല, ഇതുവരെ മുടക്കിയിട്ടില്ല. നമ്മുടെ അവകാശമാണല്ലേ? എൻ്റെ അവകാശമാണ്. ഞാൻ ചെയ്തു. പോകാൻ നിൽക്കുക, ഓട്ടോയ്ക്ക് നിൽക്കുക. മറ്റുള്ളവരൊക്കെ വന്നോ? വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. പൗരബോധമുള്ള മലയാളി സംസാരിക്കുന്നത് രേഖപ്പെടുത്തുക എന്നത് അവനവന്റെ അവകാശമാണ്. അത് വിനിയോഗിക്കാതിരിക്കില്ല ഒരിക്കലും എന്നാണ് അരുൺ ശങ്കറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.